നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 212 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഗായികയും സംഗീത സംവിധായികയും ഒക്കെയായ നേഹ എസ് നായർ എന്ന വ്യക്തിത്വത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഋതു എന്ന ശ്യാമപ്രസാദിൻ്റെ ചിത്രത്തിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് വന്ന നേഹ നിരവധി ചിത്രങ്ങളിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാൻ പരിചയപ്പെടുന്നത് 2006 സംഗീത സംവിധായകനായ ശ്രീ എസ് ജയകുമാർ എൻ്റെ 12 പാട്ടുകൾ ആൽബമായി പുറത്തിറക്കുന്ന അവസരത്തിലാണ്. ജയകുമാർ നെഹയോട് വിളിച്ച് പറയുന്നു, പാടണം എന്ന് വേണമെങ്കിലും വരാമെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ റെക്കോർഡിംഗ് ഷെഡ്യൂളൊക്കെ നിശ്ചയിച്ചു. തമിഴത്തും 2-3 സ്റ്റുഡിയോകളിൽ റെക്കോർഡിങ്ങിൻ്റെ വിവിധ തലങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ഫൈനൽ ട്രാക്ക് തൈക്കാട്ടുള്ള കൃഷ്ണ സ്റ്റുഡിയോയിലാണ് ചെയ്തത്. നെഹയുടെ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന അവസരത്തിൽ ഞാനും ഇവിടെയുണ്ട്, ഗാനരചയിതാവ് എന്ന നിലയിൽ. ഒരു 11 മണിയോട് അടുപ്പിച്ചിട്ടാണ് നെഹയും നെഹയുടെ അച്ഛനുമായി സ്റ്റുഡിയോയിലെത്തുന്നത്. എന്നെ അതിശയിപ്പിച്ച ഒന്ന്, അലങ്കാരങ്ങളൊന്നുമില്ലാതെ, മേക്കപ്പൊന്നുമില്ലാതെ സ്വതസിദ്ധമായ ശൈലിയിൽ ചിരിച്ചുകൊണ്ട് അവർ സ്റ്റുഡിയോയിലേക്ക് കടന്നു വരുമ്പോൾ ഞാനും ജയകുമാറും സൗണ്ട് റെക്കോർഡിസ്റ്റും വീണയും തബലയും ഒക്കെ വായിക്കുന്ന ഒരു ആർട്ടിസ്റ്റും, അങ്ങനൊരു 7 പേർ അവിടെയുണ്ട്. പിന്നെ 2 ഫോട്ടോഗ്രാഫർമാരുണ്ട്. എൻ്റെ പുതിയ സംരംഭമാണല്ലോ, അങ്ങനെ ഫോട്ടോ എടുക്കാനും അതിനൊക്കെ ആയിട്ട് 1-2 സുഹൃത്തുക്കൾ. അങ്ങനെ ഒരു 12-1 മണിയോടുകൂടി റെക്കോർഡിംഗ് തുടങ്ങുന്നതിന് മുമ്പേ പ്രിൻ്റ് ചെയ്ത ഗാനം, അതിൻ്റെ ഒരു കോപ്പി നെഹയെ ഏൽപ്പിക്കുന്നു. നെഹ അത് വായിച്ച് പഠിക്കുന്നു. വളരെ വിനയത്തോടെയും വളരെ കുലീനതയോടെയുള്ള പെരുമാറ്റം. എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചിരിക്കുകയാണ് ഉണ്ടായത്. ആനന്ദമേ വരിക അനുരാഗമായി എന്നുള്ളൊരു പാട്ടാണ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നത്. അതിന് മുന്നേ ആ വരികളുടെ അർത്ഥതലങ്ങളും മറ്റും ഞാൻ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ട്രാക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുകയാണ്. അങ്ങനെ 2-3 ആവർത്തി നേഹ അത് കേട്ടു. ഇപ്പോൾ കുറേ കാലം വിദേശത്തൊക്കെ ആയിരുന്ന കാരണം പഠിത്തമൊക്കെ തുടങ്ങിയത് മസ്കറ്റിൽ വെച്ചിട്ടാണ്. ഇവിടുത്തെ ചിലർ പറയും മാതിരി എൻ്റെ മക്കൾക്ക് മലയാളം ശരിക്ക് വഴങ്ങില്ല, പറയാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള ജൽപ്പനങ്ങളൊന്നും കേൾക്കേണ്ടി വന്നില്ല. വളരെ വ്യക്തമായി മലയാള ഭാഷയുടെ ശുദ്ധിയോടുകൂടി തന്നെ ആ കുട്ടി അന്ന് പാടുകയുണ്ടായി. 2006 ഇന്നല്ല, 2006. അത് കഴിഞ്ഞ് ഒരു സോങ്, ഹൃദയം തുടിക്കുന്നുവോ എന്നുള്ളൊരു ഡ്യുവറ്റ് സോങ്ങാണ്. അത് പാടിയത് എൻ്റെ മകൻ വിശാഖ മഹേശ്വറും നേഹ നായരും ചേർന്നാണ്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ മകന് പാടാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ പബ്ലിസിറ്റിയോടും പേര് വരുന്നതിനോടും ഒന്നും താല്പര്യമില്ല.
പിന്നെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പാടിയത്. ബിടെക്കിന് മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ആനിവേഴ്സറിക്കും ആനുവൽ ഫംഗ്ഷനുമൊക്കെ ഇയാൾ പാടുകയുണ്ടായി. പക്ഷേ പ്രശസ്തി എന്നുള്ള ഒരു വലിയ പട്ടം ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. കാലം കഴിയുമ്പോൾ മാറ്റങ്ങളുണ്ടാവാം. എങ്കിലും ഇതിലെ ഈ ആൽബത്തിലെ എൻ്റെ വരികൾക്ക് 3-4 പാട്ടുകൾ പാടുകയുണ്ടായി. അതിലൊരു പാട്ടാണ് ഹൃദയം തുടിക്കുന്നുവോ എന്ന ഗാനം. നേഹ നായരും വിശാഖ മഹേശ്വറും കൂടി ചേർന്ന് പാടിയത്. അതിൻ്റെ ട്രാക്കും കേട്ട ശേഷം പാടുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും നെഹയോട് ചോദിച്ചു, നെഹേ, ഏതെങ്കിലും അക്ഷരം ഉച്ചരിക്കാനോ ഏതെങ്കിലും വാക്കുകൾ പറയാനോ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം, നമുക്ക് അവിടെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇല്ല സാർ എന്നുള്ള ചിരിക്കുകയാണ് ഉണ്ടായത്. ഏറ്റവും പല റെക്കോർഡിങ്ങും കാര്യങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ട്രാക്ക് കേട്ട ശേഷം ശ്രദ്ധാപൂർവം 2-3 തവണ വീണ്ടും കേട്ട ശേഷം ആണ് നേഹ അത് പാടുന്നത്. ശരിക്കും സന്തോഷം തോന്നി. അർപ്പണബോധത്തോടെ ഉള്ള ആത്മാർത്ഥതയോടെയുള്ള ആ ആലാപനം ശ്രദ്ധേയമാണ് എന്ന് മാത്രമല്ല, ഓരോരുത്തരോടും എത്ര വിനയത്തോടെയും എത്ര സ്നേഹത്തോടെയുമാണ് പെരുമാറിയിട്ടുള്ളൊരു 4-4.5 മണിക്കൂർ ആ സ്റ്റുഡിയോയിൽ ചെലവഴിപ്പിച്ചപ്പോഴും 5-6 പ്രാവശ്യം ഓരോ വരികളും പാടിച്ചപ്പോഴുമൊക്കെ മുഖത്ത് മ്ലാനതയുടെയോ ക്രോധത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു വിഷമതകളുടെയോ ഒന്നും ഒരു ലാഞ്ചനയും ആ മുഖത്ത് തെളിഞ്ഞില്ല എന്നതാണ് പരമാർത്ഥം. അവരെക്കുറിച്ച് ഗായികയും സംഗീത സംവിധായികയുമായ നേഹ എസ് നായർ 1989 സെപ്റ്റംബർ 14 ശശികുമാറിൻ്റെയും ഉഷയുടെയും മകളായ ജനനം. തിരുവനന്തപുരം സ്വദേശിയായ ഈ അനുഗ്രഹിത കലാകാരിയുടെ വിദ്യാഭ്യാസം ആദ്യഘട്ടങ്ങൾ മസ്കറ്റിലായിരുന്നു. അവിടുന്ന് 6-ാം വയസ്സ് മുതൽ കെ രമേഷിൻ്റെ കീഴിൽ കർണാടക സംഗീതവും പാകിസ്ഥാനി ഗായകനായ ഉസ്താദ് ഖാലിദ് അന്യജനിൽ നിന്നും ഹിന്ദുസ്ഥാനി സംഗീതവും അതിൻ്റെ ആദ്യ പാഠങ്ങളും അഭ്യസിച്ചു. തുടർന്ന് നാട്ടിൽ വന്ന് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ കീഴിൽ കർണാട്ടിക് സംഗീതവും കേഷ് ഖർജിയുടെ കീഴിൽ ഹിന്ദുസ്ഥാനി സംഗീതവും ബിനുവിൻ്റെ കീഴിൽ വെസ്റ്റേൺ സംഗീതവും അഭ്യസിച്ച നേഹ ശ്യാമപ്രസാദിൻ്റെ ഋതു എന്ന ചിത്രത്തിൽ രാഹുൽ രാജിൻ്റെ സംഗീതത്തിൽ ചഞ്ചലം തെന്നിപ്പോയി ഞാൻ എന്ന യുഗ്മഗാനം ജോസ് കുര്യനോടൊത്ത് പാടിയാണ് മലയാള ചലച്ചിത്ര ഗാനലോകത്തേക്ക് ചുവടുവെച്ചത്. മലയാളം റോക്ക് ബ്രാൻഡായ അവിയലിലും ഗായികയായും യൂട്യൂബിലൂടെ ശ്രദ്ധേയമായ ഔട്ട്കാസ്റ്റ് വോക്കൽ എന്ന ഫ്യൂഷൻ സംഗീതത്തിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട നേഹയാണ്. സാൾട്ട് പെപ്പർ എന്ന ചിത്രത്തിൽ പ്രേമിക്കുമ്പോൾ നീയും ഞാനും എന്ന് തുടങ്ങുന്ന ഗാനം ശ്രീ പി ജയചന്ദ്രൻ്റെ കൂടെ പാടിയത് ഏറെ ശ്രദ്ധേയമാണ്. ഒരുപാടെല്ലാം പറയാൻ ഉണ്ട്, പക്ഷെ അതെല്ലാം ഇതിലെ ബ്രീഫിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ നെഹയെക്കുറിച്ച് ഞാൻ പറയാൻ കാര്യം, പിന്നീട് ഞാൻ കണ്ടിട്ടേയില്ല. അന്ന് റെക്കോർഡിങ്ങിനും
CD റിലീസിങ്ങിനും റെക്കോർഡിങ്ങിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അൺഷെയർ റിലീസിനും ഒന്നും കണ്ടിട്ടില്ല. 1-2 തവണ കോണ്ടാക്ട് ചെയ്തിരുന്നു, അത്രമാത്രം. ഒരു ഗായികയ്ക്ക് വേണ്ട പക്വത, ഒരു ഗായിക എങ്ങനെ ആവണം, എങ്ങനെ ഒരു പാട്ട് പഠിച്ചെടുക്കാൻ കഴിയും, എങ്ങനെ ഒരു സംഗീത സംവിധായകൻ്റെ രീതികൾ മനനം ചെയ്ത് പാടാൻ കഴിയും എന്നൊക്കെയുള്ളതിന് ഒരു ശ്രദ്ധേയമായ ചൂണ്ടിക്കാട്ടലാണ് നേഹ എസ് നായർ. ഇതിൻ്റെ റെക്കോർഡിംഗ് നടക്കുമ്പോൾ സംഗീത സംവിധായകനായ S. ജയകുമാർ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മേക്കപ്പും കാര്യത്തോടുകൂടി മുൻപൊരു റെക്കോർഡിങ്ങിൽ വന്നപ്പോൾ നേഹയോട് പറഞ്ഞു, മേക്കപ്പും ഒരുക്കവും കൂടി എൻ്റെ റെക്കോർഡിങ്ങിന് വരരുത് എന്ന് പറഞ്ഞു അത്രേ. അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഈ റെക്കോർഡിങ്ങിന് വന്നപ്പോൾ ശരീരത്തിൽ അലങ്കാരത്തിൻ്റെയോ മേക്കപ്പിൻ്റെയോ ഒരു തരി പോലുമില്ല. എങ്കിൽ തന്നെയും സുന്ദരിയായ വിനയാന്വിതയായ ഒരു ഗായിക, ഇനിയും ഒരുപാട് തലങ്ങളിൽ എത്തിച്ചേരേണ്ട ഒരു ഗായിക. ഒരു ചിത്രം ചെയ്യാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ വേറൊന്ന് ചെയ്യാൻ സാധിച്ചാൽ അതിൽ മനസ്സറിയാതെ പറഞ്ഞു പോകും, ഈ ഗായികയെ കൊണ്ടുകൂടി പഠിപ്പിക്കണം എന്നത്. അത്രമാത്രം പെരുമാറ്റശുദ്ധിയുള്ള ഒരു ഗായിക. ഒരുപാട് തലങ്ങളിൽ, ഒരുപാട് ചാനലുകളിൽ, ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഒക്കെ ഇന്നും നിറസാന്നിധ്യമാണ് നേഹ എസ് നായർ. കൂടുതൽ ഉയരങ്ങളിലെത്താനും കൂടുതൽ അവാർഡുകൾ മേടിച്ച് ചലച്ചിത്ര ലോകത്ത് സ്ഥായിയായി നിൽക്കാനുമൊക്കെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നതോടൊപ്പം, നേഹ റെക്കോർഡിംഗ് സമയത്ത് എന്നോട് പറഞ്ഞ ഒരു വാചകമുണ്ട്, സർ, നമ്മൾ എത്ര ഉന്നതിയിലെത്തിയാലും നമ്മുടെ കഴിഞ്ഞ കാലം ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ, ഓർത്തെടുത്താൽ അതൊരു ഗുരുത്വമായി കാണാൻ കഴിയൂ. അങ്ങനെയല്ലേ സർ എന്നോട് പറഞ്ഞത് ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അന്ന് റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് വളരെ വേഗത്തിൽ ശുഷ്കാന്തിയോടുകൂടി ആ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞൊരു 4 സമയത്ത് നേഹയും നേഹയുടെ അച്ഛനും ഞാനും എൻ്റെ കുടുംബവും എല്ലാം കൂടി ആ റെക്കോർഡിങ്ങിൻ്റെ കുറേ സ്റ്റിൽസുകളെല്ലാം എടുത്തു. എല്ലാം കഴിഞ്ഞും വീണ്ടും അവർ കാത്തു നിൽക്കുകയാണ്, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ. ആ റെക്കോർഡ് ചെയ്ത സോങ്സ് 2 പ്രാവശ്യം കേട്ടു, ഇനി അതിലെന്തെങ്കിലും മാറ്റപ്പെടണമോ എന്നൊക്കെ സംഗീത സംവിധായകനോട് അവർ പറയുമ്പോൾ അവരുടെ ആ അർപ്പണബോധം, അവരുടെ ഗാനത്തോടുള്ള പ്രതിബദ്ധത മനസ്സിൽ പതിഞ്ഞില്ലെങ്കിൽ പിന്നെന്തർത്ഥമാണ്. അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് നേഹ 2 പാട്ടുകളും പാടിയത്. ആ ഗായികയ്ക്ക് ഇനിയും ഒരുപാട് അവസരങ്ങളും ഒരുപാട് അവാർഡുകളൊക്കെ നൽകി കാലത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.